സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ തീരുമാനം. മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ലിൽ ആശങ്കയറിച്ച CPIയെ അനുനയിപ്പിച്ചാണ് തീരുമാനം. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗമാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള കരട് ബില്ല് അംഗീകരിച്ചത്. സ്പോൺസറിംഗ് ഏജൻസിക്ക് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. 25 കോടി കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം. അധ്യാപക വൈസ് ചാൻസലർ നിയമനങ്ങളിൽ UGC സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണം. 40% സീറ്റുകളിൽ സംവരണം ഏർപ്പെടുത്തണം എന്നിങ്ങനെയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഫീസ് ഇളവും സ്കോളർഷിപ്പും നിലനിർത്തുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകില്ല. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിയും സ്വകാര്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടായിരിക്കും. അധ്യാപക വൈസ് ചാൻസലർ നിയമനങ്ങളിൽ UGC സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിൽ ആശങ്കയറിയിച്ച CPIയെ കൂടി അനുനയിപ്പിച്ചാണ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. CPIയുടെ എതിർപ്പിനെ തുടർന്ന് വിസിറ്റർ തസ്തിക ബില്ലിൽ നിന്ന് ഒഴിവാക്കി. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ തുടങ്ങണമെന്ന ആവശ്യവും മന്ത്രിസഭ അംഗീകരിച്ചു. സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ നിയമ മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയിൽ ബില്ല് അവതരിപ്പിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.